ഹായ്, ഇന്നൊരു വ്ളോഗാണ് ചെയ്തിരിക്കുന്നത്. യു എയിലെ അലൈൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു മൗണ്ടൻ ഏരിയ, അതായത് അതിൻ്റെ മൗണ്ടൻ്റെ പേരാണ് ജബൽ ഹഫീദ്. യു എയിലെ സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടൻ ആണത്. അപ്പോൾ അവിടേക്ക് പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇത് അബുദാബിയിൽ നിന്ന് ഏകദേശം ഒരു 150 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 2.5 hours ഫ്രം അബുദാബിയിൽ നിന്ന് ജബൽ ഹഫീദ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്താനായിട്ട് അത്രയും ടൈം എടുക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് വീഡിയോസാണ് ഇത്. നമ്മൾ കാറിൽ പോകുമ്പോൾ സൈഡിൽ ഡ്യൂൺസൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ. യു എയിലെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൻ എന്ന് പറയുന്നത് ജബൽ അൽ ജെയ്സ് എന്ന് പറഞ്ഞിട്ട് റാസൽ ഖൈമയിലുള്ള ഒരു മൗണ്ടനാണ്. അപ്പോൾ ഇതാണ് കാണുന്നതാണ് ജബൽ ഹഫീദ് എന്ന് പറഞ്ഞ മൗണ്ടൻ. അതാണ് സെക്കൻഡ് ഹയസ്റ്റ് പിക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് യു എയിലെ ജബൽ ഹഫീദ് എന്നാണ് മൗണ്ടൻ്റെ പേര്. അതിൻ്റെ ഏകദേശം ഒരു 1249 മീറ്റർ ഉയരം, അല്ലെങ്കിൽ 4098 ഫീറ്റ് ഉയരം, അതായത് നമ്മുടെ സീ ലെവലിൽ നിന്ന് അത്രയും ഉയരത്തിലാണ് ആ മൗണ്ടൻ ഇരിക്കുന്നത്. പിന്നെ അത് ഹജർ മൗണ്ടൻ റേഞ്ചിൻ്റെ ഏരിയ ആയിട്ടാണ് പറയുന്നത്. ഇത് 2017 മുതൽ എന്താ പറയുക, നാഷണൽ പാർക്കിൻ്റെ പാർട്ടാണ്. പിന്നെ 2018 മുതൽ അത് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് നോക്കുന്നതാണത്. അപ്പം ഇതിപ്പോൾ നമ്മൾ അതിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. നമ്മൾ താഴെ നിന്നൊരു ഓൾമോസ്റ്റ് 12 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യണം ഹെൽപ്പിൻ പോലെ ഇങ്ങനെ. പക്ഷേ 2 ട്രാക്കുള്ള റോഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സമയത്ത് ഒരു ട്രാക്കേ ഉള്ളൂ. അപ്പം പതുക്കെ നമ്മൾ സൂക്ഷിച്ചാണ് മുകളിലേക്ക് പോവുക. ഞങ്ങൾ പോയ സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റി. നോമ്പിൻ്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് അധികം തിരക്കുണ്ടായിരുന്നില്ല സമയം. ഈ സമയം ഒരു 6:30 ആ ടൈമിലാണ് ഞങ്ങൾ പോയത്. അപ്പോഴേക്കും കാണാൻ നല്ല ഭംഗി. താഴെ നോക്കുമ്പോൾ നല്ല ലൈറ്റൊക്കെ ഉണ്ടാവും, പിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ 2 സൈഡും മലയുടെ നല്ല വ്യൂ കിട്ടും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ഇതിൽ ഞാൻ യൂട്യൂബിലും ഇതിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ജബൽ ഹഫീദ് എന്ന് പറയുന്നത് എന്തോ ബ്രോൺസ് ഏജിലെ ഒരു പീരീഡിൻ്റെ മെയിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു പേര് ഇട്ടിരുന്നത്. അതിലെന്തോ ഫോസിലൊക്കെ ആ സമയത്ത് ഇത് കിട്ടിയെന്നൊക്കെ ഉള്ളൊരു ഇത് ഞാനിങ്ങനെ വായിച്ചിരുന്നു. അങ്ങനെയാണ് അതിലും ജബൽ ഹഫീദ് എന്ന പേര് വന്നിരിക്കുന്നത്. താഴെ അപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ നമുക്ക് ശരിക്കും കാണാം. ആ ഒരു ടൈമിൽ പോയാൽ താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഫുൾ അലയും നമുക്ക് കാണാൻ പറ്റും. നല്ല ലൈറ്റൊക്കെ നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല വ്യൂ ആണ്. സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ നല്ല ഒരു സ്പോട്ടാണിത്. ഒരു സന്ധ്യാസമയം ഒരു 6:30 ഒരു 6:45 7 o'clock ഏകദേശം ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോഴത്തേക്ക് താഴേക്ക് നന്നായിട്ട് നമുക്ക് ലൈറ്റ് സൺസെറ്റ് ആവുന്ന ആ ടൈമാണിത്. അപ്പം ഇത് നല്ല അലേൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. ഏറ്റവും ടോപ്പ് ചെന്ന് കഴിയുമ്പം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നമ്മൾ കയറിപ്പോകുന്ന കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം കുറച്ച് വീഡിയോസ്. 2 സൈഡും നല്ല മലയിൽ നന്നായിട്ട് വ്യൂ ആണ്. ഇപ്പോൾ ഫുള്ളിങ്ങനെ റോഡിലിങ്ങനെ 2 സൈഡിൽ ഇതുപോലെ ലൈറ്റ് വെക്കുന്നുണ്ട്. നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് അതിങ്ങനെ റൗണ്ട് ഇതിങ്ങനെ പോകുന്നത് കാണാനായിട്ട്.
അപ്പോൾ ഏകദേശം നമ്മൾ മേലിൽ എത്താനായിട്ടുണ്ടായിരുന്നു. ഒരു പകുതി ദൂരമായിട്ടും ആണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് പാർക്കിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിൽക്കാം. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാണ്ട് ടോപ്പ് വരെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാർ പാർക്കിങ്ങും ഇതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ടായിരിക്കും അധികം അങ്ങനെ തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന ടൈമിലാണ് പിന്നെ അവിടെ തിരക്ക് കുറച്ചെങ്കിലും ആയി തുടങ്ങിയത്. അപ്പം ഇതാണ് ജബൽ ഹഫീദ് മൗണ്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പം ഇത് താഴെ കാണുന്നത് അലൈൻ നമുക്ക് കാണാൻ പറ്റും. സിറ്റിയാണ്, നല്ല ലൈറ്റ് ഒക്കെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കത് കണ്ടു കഴിയുമ്പോഴത്തേക്ക്. പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. മേലിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഫുൾ ലൈറ്റ് ആയിരിക്കും. പിന്നെ അവിടെ മേലിൽ വരെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു വ്യൂവും പിന്നെ ഈ ഒരു ട്രാവൽ എക്സ്പീരിയൻസും അതൊക്കെ ഉള്ളൂ എന്നത്ത് പറയാനായിട്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും നമുക്ക് അങ്ങനെ കാണില്ല. പക്ഷെ ആ ഒരു വ്യൂ ഒരു നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണത്. പിന്നെ മേലിൽ നമുക്ക് ഇരിക്കാനൊക്കെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. ഇച്ചിരി ചെയർസ് ഒക്കെ ഉണ്ട്. ഇതുപോലെ സ്പേസ് ഉണ്ട്. പിന്നെ ഇതുപോലെ രീതിയിൽ അവിടെ ആ മൗണ്ടൻ്റെ ഇതിനെ പറ്റിയൊക്കെ നമുക്ക് കുറച്ച് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റും പിന്നെ ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയ എന്നൊക്കെ ഉള്ളത് അതിനെ പറ്റിയൊക്കെ അതിൻ്റെ ഡിസ്റ്റൻസ്, താഴെ എത്ര എലിവേഷൻ ആണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ ഒരു പ്ലേസിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോഴത്തേക്കും നന്നായിട്ട് ഒരു 7:30 ആ ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ താഴേക്ക് ഇറങ്ങുമ്പോഴും നല്ല വ്യൂ ആണ്. കാരണം പിന്നെ താഴേക്ക് നോക്കുമ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. താഴത്തെ സിറ്റി നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും നല്ലതാണ്. കാരണം ആ ലൈറ്റ് അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ നമുക്കതറിയില്ല, നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നല്ലൊരു വ്ലോഗോ അല്ലെങ്കിൽ നല്ലൊരു റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.